ആ പത്രക്കാരൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതും ഇനി നിന്റെ തലയിലാവും. അയാളെ നമ്മൾ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? എടാ നീ എന്താ ഒന്നും പറയാത്തേ? സാമേ, നിത്യ ഇന്നലെ രാത്രി ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നല്ലേ വത്സല പറഞ്ഞത്? അതെ. ഒരുപക്ഷെ അത് ഈ റിപ്പോർട്ടർ ഗോവിന്ദനെ ആയിക്കൂടെ? എടാ നീ എന്തായി പറഞ്ഞു വരുന്നേ? ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവ്, ഒരു വൈറ്റൽ ക്ലൂ, ഇന്നലെ രാത്രി ഗോവിന്ദൻ നിത്യയ്ക്ക് കൈമാറിയിട്ടുണ്ടാവണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാർ ഇവിടെ വന്ന് നിന്നായിരുന്നു. അത് ആ കാറിനകത്തുള്ളവരോട് ആ കൊച്ചെന്തൊക്കെ സംസാരിക്കുന്ന പോലെ തോന്നി. ആ കാറോ അല്ലെങ്കിൽ ആ കാറിനകത്തുള്ളവരെ കണ്ട ചേട്ടന് തിരിച്ചറിയാൻ പറ്റുമോ? ദേ അതേപോലത്തെ ഒരു കാറാണെന്നാ തോന്നുന്നത്. എടാ ഇന്നലെ രാത്രി ആ കുരിശടിയുടെ മുന്നിൽ വെച്ച് കാറിൽ വന്ന് ആരോടെ നിത്യ സംസാരിച്ചെന്ന് ആ കടക്കാരൻ പറഞ്ഞിരുന്നു. അതിന്റെ റിപ്പോർട്ടർ ഗോവിന്ദാണെങ്കിലോ? സാർ മഹേഷാണ് സാർ. സാറ് പറഞ്ഞ സമയത്ത് മാഡത്തിൻ്റെ ഫോണിലേക്ക് വന്ന ഇൻകമിംഗ് കോള് ഒരു ഗോവിന്ദരാമേന്ദ്രൻ്റെ പേരുള്ളതാണ്. അഡ്രസ്സ് ഞാൻ സാറിന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് സാർ. ഇന്നലെ രാത്രി നിത്യ കണ്ടത് ഗോവിന്ദനെ തന്നെ. അയാൾ ഇന്നലെ അവർക്ക് കൊടുത്ത എന്തോ ഒരു തെളിവ്. മേ ബി അതിനു വേണ്ടിയാവണം അവർ നിത്യനെയും ഗോവിന്ദനെ അറ്റാക്ക് ചെയ്തത്. പിന്നെന്തിനാ രാത്രിയിൽ അവർ വീട്ടിലേക്ക് വന്നത്? നിത്യയുടെ കയ്യിൽ നിന്ന് അവർക്കത് കിട്ടിയില്ല. വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് അവർ കരുതിയിരിക്കണം. പക്ഷേ വീട് മുഴുവൻ സെർച്ച് ചെയ്തിട്ടും അത് കിട്ടാതെ വന്നപ്പോഴാണ് അവർ സനയെ കൊണ്ടുപോയത്. നിത്യയുടെ മുമ്പിൽ നിർത്തി ബാർഗെയിൻ ചെയ്യാൻ അവർക്ക് സനയെ വേണമായിരുന്നു. നിത്യയുടെ കയ്യിലും വീട്ടിലും അതില്ലെങ്കിൽ പിന്നെ അതെവിടെ പോയി?